get paid for your value, not for your work. Yes, this is Safna for Success Academy with some current affairs. So, എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. Yes, the first question goes like this. For which vaccine US provided approval for emergency use as second vaccine? US-ൽ അതായത് ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം Pfizer and BioNTech എന്ന് പറയുന്ന വാക്സിൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഒത്തിരി നേഷൻസ് അവർ ഈ Pfizer BioNTech എന്ന് പറയുന്ന വാക്സിൻ അപ്രൂവ് ചെയ്തു. ആൻഡ് ഇപ്പോൾ US-ൽ രണ്ടാമതായിട്ട് പുതിയൊരു വാക്സിൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഫോർ എമർജൻസി യൂസ്. അത് ഏതിൻ്റെ വാക്സിനാണ്, ഏത് കമ്പനിയുടെ വാക്സിൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് മൊഡേണ എന്ന് പറയുന്നൊരു വാക്സിനാണ് കൊറോണ വൈറസിനെതിരെ എമർജൻസി യൂസിനായിട്ട് സെക്കൻഡ് വാക്സിനായിട്ട് അപ്രൂവ് US ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓൺ ഫ്രൈഡേ. ഓക്കെ, സോ ഇതിൻ്റെ ഭാഗമായിട്ട് 6 മില്യൺ ഡോസസ് ആണ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് അനുമതി ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സെക്കൻഡ് വാക്സിൻ ആയിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നേഷൻ ടു ഓത്തറൈസ് ദ 2 ഡോസസ് റെജിമൻ. ഓക്കെ, സോ FDA അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ചീഫ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹാൻ ആണ്. ഓക്കെ, സ്റ്റീഫൻ ഹാൻ. Okay, so let's move on to the next question. India along with which country conducted a coordinated patrol? അതായത് ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നേവിയിൽ ഈ ഒരു കോർഡിനേറ്റഡ് പെട്രോളിങ് തുടങ്ങിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് വിത്ത് ഇന്തോനേഷ്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു പെട്രോളിങ് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ഇന്തോനേഷ്യ കോർപാറ്റ്. Okay, fine. It is the 35th edition, 35th edition ആണ്. And it is from December 17-18. Okay, 17-18 ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ പങ്കെടുത്തത് ഇന്ത്യൻ നേവൽ ഷിപ്പായിട്ടുള്ള കുലിഷ് ആൻഡ് ഇൻഡിജീനിയസ്ലി ബിൽഡ് മിസൈൽ കോവിറ്റ് വെച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു കപ്പലാണ് INS കുലിഷ് എന്ന് പറയുന്നത്. ആൻഡ് അലോങ് വിത്ത് ഇറ്റ് P-8I എന്ന് പറയുന്ന മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം ഇന്ത്യൻ സൈഡ്. ആൻഡ് ഇന്തോനേഷ്യൻ സൈഡിൽ നിന്നും ഇന്തോനേഷ്യൻ നേവൽ ഷിപ്പായിട്ടുള്ള KRI കട്ട്ന്യാക്. ഓക്കെ, കട്ട്ന്യാക് DN ആണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൻ പാർച്ചിം I എന്ന് പറയുന്ന ഒരു ക്ലാസ് കോർവെറ്റ് ആണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അലോങ് വിത്ത് ഇറ്റ് എ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റും ഇന്തോനേഷ്യൻ നേവിയിൽ നിന്നും ഉണ്ടായിരുന്നു. ആൻഡ് 2002 മുതലാണ് ഇൻ്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈനിൽ ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നൊരു പെട്രോളിംഗ് നടത്തുന്നത് ഫ്രം 2002 itself. ആൻഡ് ഇറ്റ് ഈസ് ഫോർ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഷിപ്പിംഗ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ ദ റീജിയൺ. ഓക്കെ, സോ ഈ പെട്രോളിംഗ് will also help in interoperability and forge strong bonds of friendship across the Indo-Pacific region. Indo-Pacific region ഒരു സ്ട്രോങ് ബോണ്ട് തന്നെ ഇവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ആ ഒരു ബോണ്ട് ഉണ്ട്, അതൊന്നുകൂടെ സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, അതായത് ഇന്ത്യൻ നേവിയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അഡ്മിറൽ കരൺബീർ സിംഗ് ആണ്. ആൻഡ് ഇന്ത്യൻ നേവി ഫോം ആയത് 26th Jan 1950. ഓക്കെ, നമ്മുടെ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച അത് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. 26th Jan 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ആൻഡ് 26th Jan റിപ്പബ്ലിക് ഡേ. ഇതെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് കഴിയുമ്പം ഇന്ത്യൻ നേവിയുടെ ആ ഒരു ഡേറ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India donates $1 million to which agency? India $1 million ഒരു ഏജൻസിക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഏത് ഏജൻസി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് വാഡ എന്ന് പറയുന്നത് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി ആണ്. സോ ഇതിനാണ് ഈ ഒരു $1 million കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മെമ്പർ നേഷൻസ് അല്ലെങ്കിൽ വേൾഡ് ഗവൺമെൻറ്റ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ആണ്. ആൻഡ് ഇന്ത്യയിൽ നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റുകളൊന്നും അല്ലെങ്കിൽ ആൻറ്റി ഡോപ്പിംഗ് പ്രോഗ്രാംസ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അതിനെ വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു $1 million വാഡയ്ക്ക് കൊടുക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു
ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇന്നോവേറ്റീവ്, ഇതുമൂലം ഇന്നോവേറ്റീവ് ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഡിഫെക്ഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ വാഡ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ 10 മില്യൺ USD ആണ് എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഡൊണേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരുടെയും ഡൊണേഷൻ എമൗണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് 10 മില്യൺ USD. ആൻഡ് വാഡയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർ ക്രേഗ് റീഡി ആണ്. ആൻഡ് വാഡയുടെ ക്യാപിറ്റൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മോൺട്രിയൽ ആണ്, കാനഡയിൽ. ആൻഡ് WADA was founded in 10th November 1999. Okay, let's move on to the next question. When is Arabic Language Day observed? എന്നാണ് അറബിക് ലാംഗ്വേജ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അറബിക് ലാംഗ്വേജ് ഡേ ഇസ് ഒബ്സർവ്ഡ് ഓൺ December 18th. Okay, December 18th അത് ആഘോഷിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ യുനെസ്കോ ആണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത് സിൻസ് 2012. ഓക്കെ, 2012 മുതലാണ് ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്നത്. ആൻഡ് 1973 ഡിസംബർ 18 UN ജനറൽ അസംബ്ലിയുടെ 6th ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അറബിക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. സോ അതും ഈ ഒരു ഡേറ്റിലാണ് വരുന്നത്. സോ ഇതെല്ലാം കൂടെ കൊമമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡേ ഡിസംബർ 18 ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് വൈഡ് ഡൈവേഴ്സിറ്റി ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ലോകത്തിലെ 290 മില്യൺ ജനങ്ങളാണ് അറബിക് ലാംഗ്വേജ് സംസാരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ്ലി ടോക്കൺ ലാംഗ്വേജ്, സ്പീക്കൺ ലാംഗ്വേജ്. സോ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജ് അക്കാഡമീസ് നെസസിറ്റി ഓർ ലക്ഷറി ? ഇതാണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് in cooperation with the permanent delegation of the United Kingdom of Saudi Arabia. Okay, കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് ബൈ യുനെസ്കോ. സോ യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ പാരീസ്. ആൻഡ് യുനെസ്കോയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഓഡ്രെ അസോളെ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ.എൻ. ഷെട്ടി പാസ്ഡ് അവേ, ഹീ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? ആർ.എൻ. ഷെട്ടി എന്ന് പറയുന്ന അദ്ദേഹം റീസെൻ്റ് ആയിട്ട് അന്തരിച്ചു. രാമനാഗപ്പ ഷെട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. സോ ഹീ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീ ഈസ് എൻ എമിനൻറ്റ് ബിസിനസ് മാൻ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. അതുമൂലമാണ് അദ്ദേഹം ഫേമസ് ആയത്. ആൻഡ് 92 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ഓഗസ്റ്റ് 15, 1928 മുരുടേശ്വര എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ഡിസ്ട്രിക്റ്റിൽ ഉത്തര കന്നഡയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആൻഡ് ഹീസ് എ മിഡിൽ ക്ലാസ് ഫാമിലി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ട് വലിയൊരു ഇൻഡസ്ട്രി തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആർ.എൻ. ഷെട്ടി ആൻഡ് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് 1961 ഈ ഒരു കമ്പനി നിലവിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. പല റെയിൽവേസ്, റോഡ്സ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന് ഫെഡറേഷൻ ഓഫ് കർണാടക ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ വിശ്വേശ്വരയ്യ മെമ്മോറിയൽ അവാർഡ് ഇൻ 2004. ഓക്കെ, 2004 വിശ്വേശ്വരയ്യ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ബാംഗ്ലൂരു യൂണിവേഴ്സിറ്റീൻ്റെ ഹോണററി ഡോക്ടറേറ്റും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ ഈസ് എൻ എമിനൻറ്റ് പേഴ്സൺ. സോ അതുകൊണ്ട് തന്നെ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യെദ്യൂരപ്പ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് ആൻ വെരി ലോസ് ഫോർ ദ സ്റ്റേറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് ഓൾസോ, അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ഫീൽഡിലാണെങ്കിൽ പോലും ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ സെക്ടർ തുടങ്ങിയ ഒത്തിരി ഫിലാന്ത്രോപ്പി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോട്ടബിൾ തിങ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഖ്ബീർ സിംഗ് സന്ധുസ് ടെന്യൂർ ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ്. ഹീ ഈസ് ദ ചെയർമാൻ ഓഫ്. സുഖ്ബീർ സിംഗ് സന്ധു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം ഏത് ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹീ ഈസ് NHAIയുടെ ചെയർമാൻ ആണ്. NHAI എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. രണ്ടാമത്തെ തവണയാണ് 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഹീ ഈസ് 1988 ബാച്ച് ഓഫ് IAS ഓഫീസേഴ്സ് ഓഫ് ഉത്തരാഖണ്ഡ് ക്യാഡറിൻ്റെ 1988 ബാച്ചിലെ IAS ഓഫീസേഴ്സിൻ്റെ ബാച്ചിലെ അംഗമാണ്. ആൻഡ്
പേഴ്സണൽ മിനിസ്ട്രി ആണ് ഈ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗിലാണ് ഈ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ജനുവരി 21, 2021 അദ്ദേഹത്തിൻ്റെ 6 മാസത്തേക്ക് നീട്ടിയ കാലാവധി തീരുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് നീട്ടിയ കാലാവധി ജൂലൈ 21, 2021 തീരും. സോ ഇപ്രാവശ്യത്തെ നീട്ടിയിരിക്കുന്ന കാലാവധി ഇസ് ഫ്രം ജാനുവരി 21, 2021 ടു ജൂലൈ 21, 2021. ഓക്കെ, സോ ഹീസ് റീപ്ലേസിങ്, അതായത് 2019 അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം ഹീ വാസ് റീപ്ലേസിങ് ദി സീനിയർ IAS ഓഫീസർ നാഗേന്ദ്ര നാഥ് സിൻഹ. ഓക്കെ, സോ NHAI ഫൗണ്ട് ചെയ്തത് 1988 ആൻഡ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ന്യൂഡൽഹി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് ടെന്നീസ് അസോസിയേഷൻ 2021 സീസൺ മാച്ചസ് വിൽ ബി കിക്ക്ഡ് ഓഫ് ഫ്രം. 2021 സീസണൽ മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഇൻ അബുദാബിയിലാണ്. ആൻഡ് ജാനുവരി 5 മുതൽ 13 വരെയാണ് ഫസ്റ്റ് സീസണിൻ്റെ ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത്. ആൻഡ് ടൂർണമെൻറ്റ് ഇൻ ഓക്ലൻഡ് ആൻഡ് ഷെൻജൻ വിൽ ബി ക്യാൻസൽഡ്. അവിടേക്ക് അവിടേക്ക് ഓക്ലൻഡിലും ഷെൻജനിലും വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള സീസണൽ മാച്ചസ് എല്ലാം, ടൂർണമെൻ്റൽ മാച്ചസ് എല്ലാം അതായത് അവിടെ നടത്തത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ആൻഡ് കാലണ്ടർ ഫോർ ഫസ്റ്റ് 7 വീക്സ് ഈസ് ബീൻ റിലീസ്ഡ്. ആദ്യത്തെ 7 ആഴ്ചയിലേക്കുള്ള ഷെഡ്യൂളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓസ്ട്രേലിയൻ ഓപ്പൺ ക്വാളിഫയിങ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദുബായ്. അതായത് ജനുവരി 10, 13, 2021 ഓസ്ട്രേലിയൻ ക്വാളിഫയിങ് ദുബായിലാണ് നടക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് ഓസ്ട്രേലിയൻ ഓപ്പൺ വിൽ ബി കണ്ടക്റ്റഡ് ഫ്രം ഫെബ്രുവരി 18. സോ അതിന് മുമ്പ് മെൽബണിൽ 2 ആഴ്ചത്തേക്ക് ക്വാറൻറ്റൈനിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഓസ്ട്രേലിയൻ ഓപ്പണിലേക്കുള്ള ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വേൾഡ് ടെന്നീസ് അസോസിയേഷൻ്റെ ചെയർമാൻ ഈസ് സ്റ്റീവ് സൈമൺ. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ലോഞ്ച്ഡ് പരേശ്രം പോർട്ടൽ? ഏത് സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് പരേശ്രം പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നവീൻ പട്നായിക് ആണ് ഈ ഒരു സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ടു ഈസ് ദ ബിസിനസ്, അതായത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു താങ്ങ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ ഇൻഡസ്ട്രീസ്, കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ്, സ്മോൾ എൻ്റർപ്രണേഴ്സ്, പബ്ലിക്സ് മുതലായ ആൾക്കാരാണ് ഇതുമൂലം ബെനിഫിറ്റ് നേടാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ 22 ഓൺലൈൻ സർവീസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ദിസ് 22 ഓൺലൈൻ സർവീസസ് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇതുമൂലം 52 ടൈപ്സ് ഓഫ് സർവീസസ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് ESIൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് സുശാന്ത് സിംഗ് ആണ്. ഓക്കെ, സോ ഈ പോർട്ടൽ വഴി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. സോ ഈ പോർട്ടൽ മുഴുവൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ലൈസൻസ്, അപ്രൂവൽ ഓഫ് ഡിസൈൻസ്, അതുപോലെ തന്നെ റിന്യൂവൽ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സർവീസസ് ഇതുമൂലം നമുക്ക് ഈ പോർട്ടൽ മുഴുവൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നവീൻ പട്നായിക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. ആൻഡ് ഒഡീഷയുടെ ഗവർണർ എന്ന് പറയുന്നത് ഗണേഷ് ലാലാണ്. ഞാൻ ചീഫ് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് നവീൻ പട്നായിക്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സുവോളജിക്കൽ പാർക്ക് ഗെറ്റ്സ് ISO സർട്ടിഫിക്കേഷൻ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുവോളജിക്കൽ പാർക്കിന് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. സോ അത് ഏത് നാഷണൽ പാർക്കിനാണ്, അല്ലെങ്കിൽ ഏത് സുവോളജിക്കൽ പാർക്കിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, നെഹ്റു സുവോളജിക്കൽ പാർക്കിനാണ് ഈ ഒരു നേട്ടം ലഭിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് ISO 9001:2015 എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഒത്തിരി സ്ഥലത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടല്ലേ. സോ ഇറ്റ് ഈസ് ഗിവൺ ടു നെഹ്റു സുവോളജിക്കൽ പാർക്കിന്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീൽഡ് ഓഫ് സാനിറ്റേഷൻ, ഫുഡ് പ്രോസസ്സിംഗ്, ആനിമൽ ബ്രീഡിംഗ്, സൂ, ഹോസ്പിറ്റൽ, ഹൈജീൻ, മെയിൻ്റനൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ അക്രഡിറ്റേഷൻ സർവീസ് ഫോർ സർട്ടിഫയിങ് ബോഡീസ് എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ
സെൻറ്ററാണ്. ആൻഡ് ദിസ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഈസ് ഇൻ തെലങ്കാന. ഓക്കെ, തെലങ്കാനയിലുള്ള ഒരു പാർക്കാണിത്. ആൻഡ് തെലങ്കാന ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദ്രൻ കരൺ റെഡ്ഡിക്കാണ് ബൈ ആലപ്പാട്ടി ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദിസ് തെലങ്കാനയിലുള്ള ഈ ഒരു സുവോളജിക്കൽ പാർക്ക് ഈസ് ഇൻ 3 ഏക്കർ 3 ഏക്കർ പരന്ന് കിടക്കുന്ന ഒരു സുവോളജിക്കൽ പാർക്കാണ്. ആൻഡ് അവിടെ 100-ലധികം സ്പീഷീസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് തുടങ്ങിയ ഒത്തിരി ഉണ്ട്. And let's move to the next question and the final question. India held a virtual summit with which country's prime minister? ഏത് രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുമായിട്ടാണ് ഇന്ത്യ ഒരു വെർച്വൽ സമ്മിറ്റ് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് വിത്ത് ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായിട്ടാണ്. ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുമായിട്ടാണ് സമ്മിറ്റ് നടത്തിയിട്ടുള്ളത്. ആൻഡ് അതിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞത് ബംഗ്ലാദേശ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് പില്ലർ ഓഫ് ഇന്ത്യാസ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. ഓക്കെ, നൈബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി, സോ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പില്ലറാണ് ബംഗ്ലാദേശ് എന്നാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ദേ ഇനോഗ്രേറ്റഡ് സെവറൽ തിങ്സ്. ആൻഡ് അതിലൊന്നാണ് ചിലാഹട്ടി ഹൽദിബാരി എന്ന് പറയുന്ന റെയിൽവേ ലിങ്ക്. അത് 55 വർഷമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു. സോ അത് ഇനോഗ്രേറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ് ഒരു ഡിജിറ്റൽ എക്സിബിഷനും കൂടെ അവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എന്തിൻ്റെ എക്സിബിഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുജിബുർ റഹ്മാൻ, മഹാത്മാഗാന്ധി അവരുടെ ഒരു എഫേർട്സ് അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൽ അവരുടെ ലൈഫ്, ലെഗസി തുടങ്ങിയ കാര്യങ്ങളാണ്, ഈ ഐക്കോണിക് ലീഡേഴ്സിനെ പറ്റിയിട്ടുള്ള അവരുടെ ലൈഫ്, ലെഗസി തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ്. ശാസ്ത്രീയമായ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അന്തർദേശീയ തലത്തിൽ നൽകി വരുന്ന യുനെസ്കോ ഏഷ്യ പസഫിക് ജേതാക്കളുടെ ഈ വർഷത്തെ അവാർഡ് പട്ടികയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇടം പിടിച്ചു. ആൻഡ് അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഗുരുവായൂർ കൂത്തമ്പലത്തിന് ലഭിച്ചത്. ഓക്കെ, 4ാമത് ONV സാഹിത്യ പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് സാഹിത്യ നിരൂപണത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അംഗീകാരം നേടിയത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, സോ ഇന്നത്തെ ബോണസ് അഫയേഴ്സും കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണുന്നത് വരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഫ്രം സക്സസ് അക്കാദമി.